1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഓരോ മിനിറ്റിലും വ്യത്യസ്ത കാലാവസ്ഥാ അനുഭവം നൽകി കാഴ്ചക്കാരുടെ മനം കവരുന്ന ദൃശ്യവിസ്മയമൊരുക്കുന്ന എടവണ്ണയിലെ ആമസോൺ വ്യൂ പോയിന്റ് മതിയായ സുരക്ഷാ സംവിധാനത്തോടെ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. കാട്ടിനുള്ളിലൂടെ ആമസോൺ നദി ഒഴുകുന്നത് പോലെയുള്ള അതിമനോഹര കാഴ്ചയാണ് സഞ്ചാരികൾക്കായി ചാലിയാർ ഇവിടം ഒരുക്കിവച്ചിട്ടുള്ളത്. ആകാശനീലിമയുടെ ചാരുതയിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കോടമഞ്ഞ് തങ്ങി നിൽക്കുന്നത് വ്യൂ പോയിന്റിന്റെ മറ്റൊരു ആകർഷണമാണ്. ദൃശ്യവിസ്മയം കാണാൻ നിരവധി സഞ്ചാരികളാണ് ജില്ലയ്ക്ക് പുറത്തുനിന്നുവരെ ഇവിടെ എത്തുന്നത്. അവധി ദിവസങ്ങളിൽ വിദേശ രാജ്യത്തെ സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. എടവണ്ണ കൊളപ്പാടിനും കിഴക്കേ ചാത്തല്ലൂരിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്നാംകല്ല് മലയിലാണ് മനോഹരമായ ആമസോൺ വ്യൂ പോയിന്റ്. റബ്ബർ കൃഷിക്കാരും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് ഇവിടെ മുമ്പ് എത്തിയിരുന്നത്. കോവിഡ് ലോക്ഡൌൺ കാലത്ത് പുറത്തിറങ്ങിയ വീഡിയോ ആണ് ആമസോൺ വ്യൂ പോയിന്റ് പുറം ലോകത്ത് കാഴ്ചയായത്. കോവിഡിന് ശേഷം ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങി. പിന്നീട് കേരള ടൂറിസം ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും ഇടം പിടിച്ചു. വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര ഏറെ ദുർഘടമാണ്. കയറ്റവും ഇറക്കവും വളവും തിരിവുകളുമുള്ള പാതയാണിത്. ഇക്കഴിഞ്ഞ ഓണം അവധിക്ക് വ്യൂ പോയിന്റ് കണ്ട് സ്കൂട്ടറിൽ മടങ്ങുന്ന കുടുംബം അപകടത്തിൽപ്പെട്ട 3 വയസ്സുകാരനുൾപ്പെടെ 2 പേർ മരിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. മുൻപും നിരവധി ഇരുചക്ര വാഹനാപകടങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. വ്യൂ പോയിന്റും ഏറെ അപകട സാധ്യതയുള്ളതാണ്. കാഴ്ചകൾ കാണുന്നതിനിടെ പാറയിൽ നിന്നും ഒന്ന് കാൽ തെറ്റിയാൽ 300 അടിയിലധികം താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴും. മലപ്പുറത്തു നിന്നുള്ള 2 ചെറുപ്പക്കാർ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ താഴേക്ക് വീണ ഒരാൾ മരിച്ചതും ഇതിനു മുകളിൽ വെച്ചാണ്. ഒരു വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുരക്ഷാ സംവിധാനത്തോടെ വ്യൂ പോയിന്റ് വികസിപ്പിച്ച ടൂറിസം കേന്ദ്രമാക്കിയാൽ നല്ല വരുമാനവും പ്രദേശത്തുള്ളവർക്ക് ജോലി സാധ്യതയുമുണ്ട്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.